ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും തടസ്സപ്പെടുന്നു. വിവിധ വിമാനങ്ങൾ റദ്ദാക്കുകയും പല സർവീസുകളും വൈകുകയും ചെയ്തു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാതയിൽ നേരത്തെ തന്നെ വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പല വിമാനങ്ങളും ഒമാൻ വ്യോമപാതയാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഒമാൻ ആകാശപാതയിൽ തിരക്കേറിയതാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായത്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള വിവിധ സർവീസുകൾ തിങ്കളാഴ്ച റദ്ദാക്കിയിരുന്നു. ഗൾഫിലേക്കുള്ള 6ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഇറാൻ വ്യോമപാത അടച്ചിരിക്കുകയാണ്. പല വിമാനങ്ങളും ഒമാൻ വ്യോമപാത സ്വീകരിച്ചതോടെ ഈ പാതയിൽ എയർ ട്രാഫിക് വർദ്ധിച്ചു. തിങ്കളാഴ്ച പുറപ്പെടേണ്ട കണ്ണൂർ ഷാർജ വിമാനം, ബുധനാഴ്ച പുറപ്പെടേണ്ട ഷാർജ കോഴിക്കോട് വിമാനം, മംഗലാപുരം ദുബായ് വിമാനം, കൊച്ചി ഷാർജ വിമാനം, വ്യാഴാഴ്ച പുറപ്പെടേണ്ട വിവിധ വിമാനങ്ങൾ എന്നിവയാണ് റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബഹ്റൈൻ കോഴിക്കോട്, കോഴിക്കോട് ബഹ്റൈൻ സർവീസും റദ്ദാക്കിയിരുന്നു. പല സർവീസുകളും മണിക്കൂറുകൾ വൈകി. കോഴിക്കോട് കുവൈത്ത് സർവീസ് 3 മണിക്കൂറും, കണ്ണൂർ സർവീസ് മസ്കറ്റ് കണ്ണൂർ, മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും വൈകി. ഇതോടെ നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്. യുഎഇക്കും ഇന്ത്യക്കും ഇടയിൽ പറക്കുന്ന മറ്റ് എയർലൈനുകളും സർവീസുകൾ റദ്ദാക്കുകയും വൈകി പുറപ്പെടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്പൈസ് ജെറ്റ് എക്സൽ അറിയിപ്പ് പങ്കുവച്ചിരുന്നു. ദുബായ് വ്യോമപാതയിൽ എയർ ട്രാഫിക് വൻതോതിൽ ഉയർന്നതിനാലും മസ്കറ്റ് വ്യോമപാത ലഭ്യമാകാത്തതിനാലും വിമാനങ്ങളുടെ പുറപ്പെടലിനെയും എത്തിച്ചേരലിനെയും ബാധിക്കുമെന്നാണ് എയർലൈനിന്റെ അറിയിപ്പ്.